അന്ന് കൃത്യമായി പറഞ്ഞാൽ ജാനുവരി 24, 2006 കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൻ്റെ ലേബർ റൂമിൻ്റെ മുന്നിൽ ശാന്ത എന്ന് പറയുന്ന സ്ത്രീ അക്ഷമയായിട്ട് കാത്തിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ 24 വയസ്സുള്ള മകളായിട്ടുള്ള രഞ്ജിനിയെ ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷവും പ്രസവം നടക്കാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു. തൻ്റെ മകളുടെ ഒരു അലർച്ച ഈ അമ്മ കേൾക്കുകയാണ്. അതിനുശേഷം ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും മകളുടെ ഒരു അലർച്ച കേട്ടു. അതിനുശേഷം വീണ്ടും ഒരു കുഞ്ഞിൻ്റെ കരച്ചിലൂടെ കേൾക്കുകയാണ്. യെസ്, അവർക്ക് ഇരട്ടക്കുട്ടികളായിരുന്നു ജനിച്ചത്. രണ്ടും പെൺകുട്ടികളായിരുന്നു. അപ്പം അതിനുശേഷം നഴ്സ് ഇതേപോലെ തന്നെ പുറത്തോട്ട് 2 കുട്ടികളെയും കൊണ്ടുവരികയാണ്. ഈ അമ്മയായിട്ടുള്ള ശാന്തയെ കുട്ടികളെ കാണിച്ചു. പിന്നീട് വീണ്ടും ലേബർ റൂമിനകത്തോട്ട് തന്നെ കൊണ്ടുപോയി. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ശേഷം ഈ അമ്മയെയും കുഞ്ഞുങ്ങളെയും നേരെ റൂമിലോട്ട് മാറ്റുകയാണ്. അതിനുശേഷം ശാന്ത നേരെ റൂമിൽ പോയി തൻ്റെ മകളെയും കുഞ്ഞുങ്ങളെയും കണ്ടപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ്. ഇതിനോടകം തന്നെ പഞ്ചാബിലെ പത്താൻകോട്ടിൽ അവിടെ ആർമിയിലായിരുന്നു ഈ കുട്ടികളുടെ അച്ഛനായിട്ടുള്ള ഡിവിൽ കുമാർ എന്ന് പറയുന്ന ആൾ വർക്ക് ചെയ്തിരുന്നത്. ആളെയും ഇവർ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രഞ്ജിനി പ്രസവിച്ച് വിവരം അറിഞ്ഞിട്ട് നൈബേഴ്സും അതേപോലെ തന്നെ ചില റിലേറ്റീവ്സും എല്ലാവരും തന്നെ ഈ ഒരു പെൺകുട്ടിയെയും കുഞ്ഞുങ്ങളെയും കാണാനായിട്ട് വരികയാണ്. അപ്പോൾ അവരെല്ലാവരും ഈ ഒരു കുട്ടികളെയും അമ്മയെയും കണ്ട് ആകെപ്പാടെ ഹാപ്പി ആവാണ്. എന്നാൽ ആ ഒരു സന്തോഷം അധിക നാൾ നീണ്ടു നിൽക്കില്ല എന്നുള്ളത് ആ സമയത്ത് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. യെസ്, ഈ കുഞ്ഞുങ്ങൾ ജനിച്ച് ഏകദേശം ഒരു 17 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് ഫെബ്രുവരി 10 അന്നത്തെ ദിവസം രാവിലെ തന്നെ ശാന്ത എന്ന് പറയുന്ന രഞ്ജിനിയുടെ അമ്മ കുഞ്ഞുങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അവർ മടങ്ങിയെത്തി അവർ കോളിംഗ് ബെൽ അടിച്ചു. ആരും ഡോറ് തുറക്കുന്നില്ല. അപ്പോൾ ഡോർ ഇങ്ങനെ തള്ളി നോക്കിയപ്പോൾ ഡോർ അടച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഡോറും തുറന്നിട്ടെങ്കിൽ ഇവൾ അവിടെ പോയി വല്ല കുളിക്കാനെങ്ങാനും കയറിയിട്ടുണ്ടാവോ എന്നുള്ളൊരു തോട്ടിലായിരുന്നു നേരെ മകൾ കിടന്നിരുന്ന മുറിയിലോട്ട് ഈ ഒരു അമ്മ എത്തിയത്. എന്നാൽ അവിടെ എത്തി ആ ഒരു കാഴ്ച കണ്ട അവർ ആകെപ്പാടെ ഷോക്കായി പോവുമായിരുന്നു. തൻ്റെ മകളിൽ കഴുത്തിൽ വെട്ടേറ്റ് രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. അതേപോലെ തന്നെ തൻ്റെ പേരക്കുട്ടികളും, അതായത് വെറും 10-17 വയസ്സ് മാത്രം, അതായത് 10-17 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളും കഴുത്തിൽ വെട്ടേറ്റ് ഇതേപോലെ തന്നെ ക്രൂരമായിട്ടുള്ള രീതിയിൽ കൊല്ലപ്പെട്ട് കിടക്കുകയായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് അവർ ഉറക്കൊരു അലറുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ബോധം പോയി നിലത്ത് വീഴുകയും ചെയ്തു. ഈ ഒരു ഒച്ചയും മറ്റും കേട്ട് നൈബേഴ്സ് എല്ലാവരും കൂടെ ആ ഒരു വീട്ടിലോട്ട് ഓടിക്കൂടായിരുന്നു. അപ്പോൾ അവരും ഈ ഒരു കാഴ്ച കണ്ട് ആകപ്പാടെ ഷോക്കായി. അതേപോലെ തന്നെ ശാന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇവർ മുഖത്തൊക്കെ വെള്ളം തെളിപ്പിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ആരാണ് രഞ്ജിനിയെയും ഈ കുഞ്ഞുങ്ങളെയും ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്? പോലീസുകാർ ആ ഒരു സമയത്ത് കരുതിയിട്ടുണ്ടാകില്ല ഏകദേശം 20ഓളം വർഷം ഈ ഒരു കേസ് നീണ്ടു നിൽക്കുമെന്നും അതിനുശേഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വരുമെന്നും അതിലൂടെയായിരിക്കും ഈ ഒരു കേസ് തെളിയിക്കുക എന്നുള്ളൊരു കാര്യം. യെസ്, വർഷങ്ങൾ കഴിഞ്ഞ് 2025 ജാനുവരിയിൽ മാത്രമാണ് ഈ കൊലപാതകികളെ പോലീസിന് പിടികൂടാനായിട്ട് സാധിച്ചത്. അതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് പോലീസുകാർ ഈ ഒരു കേസിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തത്? അവരെങ്ങനെയാണ് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്? എങ്ങനെയാണ് ഈ കൊലപാതകികളെ കണ്ടെത്തിയത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ നേരെ രഞ്ജിനിയുടെ വീട്ടിലോട്ട് എത്തിയിട്ട് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് രഞ്ജിനിയുടെ അമ്മയായിട്ടുള്ള ശാന്ത വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നൈബേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത്. സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ആരെങ്കിലും ആ ഒരു സമയത്ത് ആ ഒരു വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ നൈബേഴ്സിൽ ചിലർ ഒരാളവിടെ വന്നതായിട്ട് പോലീസിൻ്റെ അടുത്ത് പറയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉള്ള നല്ല ഫിറ്റ് ബോഡി ആയിട്ടുള്ള ഒരാളായിരുന്നു അങ്ങോട്ട് എത്തിയിട്ടുണ്ടായത്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 25 വയസ്സോളം പ്രായം തോന്നിക്കും. ഒരു ബൈക്കിനായിരുന്നു ആൾ വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് പോലീസുകാർ ചോദിച്ച ചോദ്യം ആ ഒരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒച്ചയും ബഹളവും കേട്ടോ എന്നുള്ളതായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള സൗണ്ടുകളൊന്നും തന്നെ നൈബേഴ്സ് ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസുകാർ ചിന്തിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ രഞ്ജിനിക്ക് അറിയുന്ന ആരെങ്കിലും ആയിരിക്കും ഇത്തരത്തിലുള്ളൊരു അറ്റാക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുക. അല്ല എന്നുണ്ടെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം അയാൾ രഞ്ജിനിയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ പോലീസുകാർ അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഡീറ്റെയിൽസൊക്കെ രഞ്ജിനിയുടെ അമ്മയായിട്ടുള്ള ശാന്തയുടെ അടുത്ത് പറയാണ്. എന്നിട്ട് ആളെ അറിയുമോ എന്ന് ചോദിച്ചു. ഈ ഡീറ്റെയിൽസൊക്കെ കേട്ടപ്പോൾ ആ ഒരു ശാന്തയുടെ മുഖം മാറുകയാണ്. അപ്പോൾ തന്നെ പോലീസിന് ഇവർക്ക് എന്തൊക്കെയോ അറിയാമെന്നുള്ളൊരു കാര്യം മനസ്സിലാവുകയും ചെയ്തു. ശാന്ത പറഞ്ഞു അനിൽകുമാർ എന്നാണ് ആളുടെ പേരെന്ന്.
അപ്പോൾ നിങ്ങളുടെ വല്ല റിലേറ്റീവോ അല്ലാന്നുണ്ടെങ്കിൽ രഞ്ജിനിയുടെ വല്ല ഫ്രണ്ട് എങ്ങാനാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, രഞ്ജിനിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ ആ ഒരു സമയത്ത് മാത്രമാണ് താൻ അയാളെ പരിചയപ്പെട്ടത് എന്നായിരുന്നു ഇവരുടെ മറുപടി. അതായത് ഇവർ രഞ്ജിനിക്ക് വേണ്ടിയിട്ട് മരുന്ന് വാങ്ങാനായിട്ട് ഫാർമസിയിൽ നിൽക്കുന്ന സമയത്താണ് ഇയാൾ വളരെ കാഷ്വലായിട്ട് വന്നു കയറി ഇവരുടെ അടുത്ത് സംസാരിക്കുന്നത്. ആളുടെ ആരോഗ്യം ഇതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ആ ഒരു സമയത്ത് സംസാരിച്ചു. പിന്നീട് ഇവർ ക്യാൻറ്റീനിൽ വന്ന സമയത്ത് വീണ്ടും ഇയാൾ ഇവരെ കാണുകയാണ്. അങ്ങനെ അവിടെ വെച്ച് വീണ്ടും സംസാരിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ കമ്പനി ആവുകയാണ്. അതിനുശേഷം ഈ ഒരു രഞ്ജിനിക്കും അതേപോലെ തന്നെ ശാന്തക്കും വേണ്ടിയിട്ടുള്ള ഒരുപാടധികം ഹെൽപ്പുകൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. യെസ്, വളരെ പെട്ടെന്ന് തന്നെ ഇവരുമായിട്ടൊരു സൗഹൃദം അനിൽകുമാർ സ്ഥാപിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഇവർ ഡിസ്ചാർജ് ആയിട്ട് പോകുന്ന സമയത്ത് ഇവരുടെ സാധനങ്ങളൊക്കെ കയറ്റാൻ ഹെൽപ്പ് ചെയ്തത്, ഓട്ടോ ഒക്കെ റെഡിയാക്കി കൊടുത്തത് എല്ലാം ഈ ഒരു അനിൽകുമാർ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു അനിൽകുമാർ എന്തിന് ഇവരെ കൊലപ്പെടുത്തണം? എന്താണ് ഇയാൾക്ക് ഇവരോട് ഇത്രമാത്രം പകയുണ്ടാകാനുള്ള ഒരു കാരണം? അപ്പോൾ പോലീസുകാർ വീണ്ടും ശാന്തയുടെ അടുത്ത് ചോദിക്കുകയാണ്, രഞ്ജിനിക്ക് ഇയാളെ മുന്നേ അറിയായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നോ എന്നുള്ളത്. അപ്പോൾ ശാന്ത പറഞ്ഞു, ഇല്ല, ഞാൻ ഇയാളെയും കൊണ്ട് ഇങ്ങേറ്റ് റൂമിലോട്ട് ചെന്ന സമയത്ത് ഇതാരാണെന്ന് രഞ്ജിനി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, പുറത്ത് വെച്ച് കണ്ടതാണ്, അപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ശാന്തയാണ് ഈ അനിൽകുമാറിനെ രഞ്ജിനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത്. അങ്ങനെ പോലീസുകാർ ശാന്ത പറഞ്ഞതനുസരിച്ചിട്ട് അനിൽകുമാറിൻ്റെ ഒരു സ്കെച്ച് വരച്ചുണ്ടാക്കുകയാണ്. അതിനുശേഷം ആ ഒരു രഞ്ജിനിയുടെ വീടിൻ്റെ പരിസരത്തും മറ്റൊക്കെയുള്ള ആളുകളുടെ അടുത്ത് ഇയാളെക്കുറിച്ച് ഇങ്ങോട്ട് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു ചായക്കടയിൽ ഇയാൾ സ്ഥിരമായിട്ട് വന്ന് ചായ അടിക്കാറുണ്ടായിരുന്നതായിട്ട് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ പോലീസിന് ആ ഒരു ക്രൈം സീനിൽ നിന്ന് ഒരു RC ബുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള ഒരു പാസ്റ്ററിൻ്റെ പേരിലുള്ള ഒരു RC ബുക്കായിരുന്നു അത്. നേരെ തന്നെ ആ ഒരു അഡ്രസ്സിൽ തപ്പിങ്ങേറ്റ് പോലീസുകാർ പോവാണ്. അപ്പോൾ ഈ ഒരു പാസ്റ്റർ പറഞ്ഞു, ഞാൻ എൻ്റെ വണ്ടി സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിറ്റതാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് പോയതായിരിക്കും ഒരു RC ബുക്ക്, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ നേരെ ഒരു കടയിൽ ചെന്നിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് സെയിലായി പോയിട്ടുള്ളൊരു വണ്ടിയാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ അടുത്ത് അവർ പറയുകയും ചെയ്തു. അതേപോലെ തന്നെ അനിൽകുമാർ എന്ന് പറയുന്ന ഒരാളാണ് ആ ഒരു വണ്ടി വാങ്ങിയതെന്നുള്ള കാര്യം കൂടെ അവർ കൂട്ടിച്ചേർക്കുകയാണ്. പിന്നെ ആ ഒരു കടക്കാരൻ കൊടുത്ത ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് കേശവദാസപുരത്തെ ATM നിന്ന് അയാൾ പൈസ എടുത്തതായിട്ട് പോലീസിന് മനസ്സിലാവാണ്. കറക്റ്റ് ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസുകാർ എടുക്കുകയാണ്. അപ്പോഴാണ് അയാളുടെ യഥാർത്ഥ പേര് അനിൽകുമാർ അല്ല എന്നുള്ളത് പോലീസിന് മനസ്സിലാകുന്നത്. യെസ്, രാജേഷ് എന്നായിരുന്നു അയാളുടെ യഥാർത്ഥ പേര്. ആള് കണ്ണൂരുകാരനായിരുന്നു. ഉടനെ തന്നെ പോലീസുകാർ കണ്ണൂരുള്ള ആളുടെ വീട്ടഡ്രസ്സിലോട്ട് എത്തുകയാണ്. അവിടെ ആ ഒരു സമയത്ത് ഈ ഒരു രാജേഷ് ഉണ്ടായിരുന്നില്ല. ആളുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരോട് ഈ രാജേഷിനെ കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് ഇവർ അന്വേഷിക്കുകയാണ്. അപ്പോൾ തങ്ങളുടെ മകനായിട്ടുള്ള രാജേഷ് ഒരു ആർമി ഉദ്യോഗസ്ഥനാണെന്നും പഞ്ചാബിലെ പത്തോങ്കോട്ടിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്നും ഇപ്പോൾ ലീവിനായിട്ട് നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ കുറച്ച് ദിവസമായിട്ട് ഇവിടെ എവിടെയും കാണുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു പേരൻസ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വീട്ടിലോട്ട് ഇയാൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പോലീസിന് തോന്നുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ആ ഒരു വീടിന് ചുറ്റും തമ്പടിക്കുകയായിരുന്നു. എന്നാൽ അയാൾ ആ ഒരു വീട്ടിലോട്ട് എത്തിയില്ല. അപ്പോൾ വീട്ടിലോട്ട് വരാതെ അയാൾ മുങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്നാലും കുറച്ച് ക്ലൂ പോലീസിന് ലഭിക്കുകയാണ്. അയാളുടെ യഥാർത്ഥ പേര് രാജേഷ് ആണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഈ ഒരു കുട്ടികളുടെ അച്ഛനായിട്ടുള്ള ഡിവിൽ കുമാർ വർക്ക് ചെയ്യുന്നതും പത്താംകോട്ടിലെ ആർമി ക്യാമ്പിലെ തന്നെയാണ്. ഇയാളും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടെ പോലീസിന് തീർച്ചയാവുകയാണ്. പോലീസുകാർ ആദ്യം ചിന്തിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, അതിന് പഴി വാങ്ങാനായിട്ട് അയാളുടെ പാർട്ട്ണറെയും കുട്ടികളെയും കൊലപ്പെടുത്തിയതാണോ എന്നുള്ളൊരു തോട്ട് പോലീസിന് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ രഞ്ജിനിയുടെ അമ്മയായിട്ടുള്ള ശാന്തയുടെ അടുത്ത് പോലീസുകാർ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഈ ശാന്തയുടെ മുഖം വീണ്ടും മാറുന്നത്. അവർ പറഞ്ഞു, ഈ ഡിവിൽ കുമാറും അതേപോലെ തന്നെ ഈ ഒരു രാജേഷും കൂടെ ചേർന്നിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, ഈ ഡിവിൽ കുമാർ എന്തിന് തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലണം എന്നുള്ളത്. അപ്പോൾ ശാന്ത ഇവരുടെ കഥ പറയുകയാണ്. രഞ്ജിനിയും ഡിവിൽ കുമാറും കുറേ നാളുകളായിട്ട് പ്രണയത്തിലായിരുന്നു. അതിനുശേഷം ഈ ഒരു രഞ്ജിനി പ്രഗ്നൻ്റ് ആവുകയാണ്. അതേപോലെ തന്നെ ഇയാൾ ആർമിയിൽ ജോലിക്കായിട്ട് പോവുകയും ചെയ്തു. പ്രഗ്നൻ്റ് ആയതിന് ശേഷം മാത്രമാണ് ഇവരുടെ ഈ ഒരു എന്താ പറയുക പ്രണയത്തിൻ്റെ കാര്യവും അതേപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ശാന്ത അറിയുന്നത്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയപ്പോൾ ഉടനെ തന്നെ ശാന്ത ഡിവിൽ കുമാറിനെ കോൺടാക്ട് ചെയ്യാണ്. തൻ്റെ മകൾ പ്രഗ്നൻ്റ് ആണെന്നും എന്തായാലും നീ തന്നെ ഉടനെ തന്നെ തൻ്റെ മകളെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത്. ആ ഒരു സമയത്ത് ഡിവിൽ കുമാർ ഓക്കെ പറഞ്ഞു. എന്നാൽ ആൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മാറ്റി പറയായിരുന്നു. അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് വിവാഹം മാറ്റി വെച്ച് ഏകദേശം 4 മാസങ്ങൾ കഴിഞ്ഞു. ആ ഒരു സമയത്ത് ഇയാൾ ശാന്തയെ വിളിച്ച് പറയാണ്, എനിക്കെന്തായാലും നിങ്ങളെ മകളെ വിവാഹം കഴിക്കാനായിട്ട് പറ്റില്ല, ഞാനല്ല കുട്ടികളുടെ അച്ഛൻ എന്നുള്ളത്.
ഇതുകൂടെ കേട്ടപ്പോൾ ഇവരാകപ്പാടെ ഷോക്കായി പോവാണ്. അതേപോലെ തന്നെ വല്ലാത്ത രീതിയിൽ ദേഷ്യം വരികയും ചെയ്തു. അങ്ങനെ ഈ ഒരു ഡിവിൽ കുമാറിനെതിരെ ഇവർ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. വനിതാ കമ്മീഷനിലും പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ ഇവർ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഒരു ഡിവിൽ കുമാറിനെ കോൺടാക്ട് ചെയ്യായിരുന്നു. എന്നിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. നീ ഇനിയിപ്പോൾ ആ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ പേരിൽ എന്തായാലും കേസ് വരുമെന്നുള്ളൊരു കാര്യം അവർ തീർത്ത് പറയാണ്. ഇനിയിപ്പോൾ നിൻ്റെ കുഞ്ഞാണോ ഇല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെക്നോളജി ഒക്കെ അത്രത്തോളം വളർന്നിട്ടുണ്ട്. DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിൻ്റെ കുഞ്ഞ് തന്നെയാണെന്നുള്ളത് എന്തായാലും തെളിയുമെന്നുള്ളത് നിനക്കും അറിയാം, ഇവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിനക്ക് എസ്കേപ്പ് ആവാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം അവർ തീർത്ത് പറയുകയായിരുന്നു. ഇതൊക്കെ കൂടെ കേട്ട് പേടിച്ചിട്ട് ഡിവിൽ കുമാർ രഞ്ജിനിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്തായാലും നിന്നെ വിവാഹം കഴിക്കാമെന്നുള്ളത്. എന്നാൽ ലീവില്ല, അതില്ല, ഇതില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആൾ നാട്ടിലോട്ട് വന്നുമില്ല, രഞ്ജിനിനെ കല്യാണം കഴിച്ചുമില്ല. അപ്പോൾ ഈ ഒരു കഥയും കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ അടുത്ത് രഞ്ജിനിയുടെ അമ്മയായിട്ടുള്ള ശാന്ത പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇയാളും ഇയാളുടെ സുഹൃത്തായിട്ടുള്ള ഈ ഒരു അനിൽകുമാർ എന്ന് പറയുന്ന രാജേഷും കൂടി ചേർന്നിട്ടായിരിക്കാം ഇവരെ കൊലപ്പെടുത്തിയത് എന്നുള്ളത്. അങ്ങനെ പോലീസുകാർ ഇവരുടെ രണ്ടുപേരുടെയും വെയർ ബോട്ട്സിനെ കുറിച്ചും ഇവരെക്കുറിച്ചും കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ പോലീസിന് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിനും കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവർ രണ്ടുപേരും ആ ഒരു നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ആ ഒരു കാര്യം. അപ്പോൾ വന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ഡിവിൽ കുമാർ കറക്റ്റായിട്ട് രാജേഷിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് അമ്മ, ഇതാണ് എന്താ പറയുക താൻ ഗർഭിണിയാക്കിയിട്ടുള്ള സ്ത്രീ, അപ്പോൾ ആ ഒരു സ്ത്രീയെ ആക്കണം നീ ഇല്ലാതാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആ സമയത്തായിരിക്കാം ഇയാൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ആ ഒരു നാടിനെ കുറിച്ചുള്ള ഒരു സ്കെച്ചും ആ ഒരു സമയത്തായിരിക്കാം ഇയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ പോലീസുകാർ നേരെ ഈ ഒരു ഡിവിൽ കുമാറിന് വേണ്ടിയിട്ടും കൂടെ വലവരിക്കുകയാണ്. അയാളെക്കുറിച്ച് ഇങ്ങനെ പത്താങ്കോട്ടിലുള്ള ഒരു ആർമി ക്യാമ്പിൽ അന്വേഷിച്ചപ്പോൾ ആൾ നാട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെന്നും അതിൻ്റെ ഇടയിൽ ഇതേപോലെ തന്നെ അയാൾ മിസ്സിങ് ആയെന്നും പിന്നീട് ആളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പിന്നീട് പഞ്ചാബ് പോലീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അയാളെ അന്വേഷിക്കാനായിട്ട് പോലീസുകാർ തീരുമാനിച്ചു. അവിടെ മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ആളുടെ യാതൊരു ക്ലൂവും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അതേപോലെ തന്നെ ഈ ഒരു കേസിൽ ഇവർ രണ്ടുപേരെയും പോലീസുകാർ പലതരത്തിൽ അന്വേഷിച്ചിട്ടും ഇവരുടെ ഒരു പൊടി പോലും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം ലോക്കൽ പോലീസിൽ നിന്ന് ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ടും ഈ ഒരു കേസിൽ യാതൊരു പുരോഗതിയും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം ഈ ഒരു കേസ് CBIക്ക് വിട്ടു നൽകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കോടതിയിൽ പോവുകയായിരുന്നു. അതിനുശേഷം ഈ ഒരു കേസ് CBI ഏറ്റെടുക്കുകയും ചെയ്തു. CBI അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആന്ധ്ര, കർണാടക തുടങ്ങിയിട്ടുള്ള പല സ്റ്റേറ്റുകളിലും ഇവരെ കണ്ടതായിട്ട് CBIക്ക് ഇൻഫോർമേഷൻ ലഭിക്കുകയാണ്. അങ്ങനെ ആ പല സ്റ്റേറ്റുകളിലും പോലീസുകാർ പോയിട്ട് നോക്കുകയാണ്. എന്നിട്ടും അവർക്ക് ഇവരെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളൊരു കാര്യം ആ സമയത്ത് CBI ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ ഇവരുടെ ലുക്കൗട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഹാർബറിൽ, എയർപോർട്ടിൽ, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവരെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ CBI ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് രാജ്യം വിടാൻ സാധിക്കില്ല എന്നുള്ളതും പോലീസിന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. എന്നാലും എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും CBI ഉദ്യോഗസ്ഥർക്ക് ഇവരെ പിടികൂടാനായിട്ട് സാധിച്ചില്ല. ഒന്നും രണ്ടും അല്ല, ഏകദേശം 19 വർഷങ്ങളെടുത്തു. വേറൊരു ടെക്നോളജിയും വരേണ്ടി വന്നു ഇവരെ പിടികൂടാനായിട്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അമ്മയായിട്ടുള്ള ശാന്ത അത്രത്തോളം ഈ ഒരു കേസിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നു. ആരാണ് കൊലപാതകികളെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടും അവരെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വേറൊരു ഇഷ്യൂ തന്നെയല്ലേ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു 2025 AI കാര്യങ്ങളൊക്കെ നല്ല ബൂമിങ്ങിലോട്ട് വന്ന ആ ഒരു സമയത്ത് ആ ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഓരോ 5 വർഷം കഴിയുമ്പോഴും ഇവർ എങ്ങനെ ആയിരുന്നിട്ടുണ്ടാകാം എന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവർ ജനറേറ്റ് ചെയ്തു AIയുടെ സഹായത്തോട് കൂടിയിട്ട്. അതിനുശേഷം നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഡാറ്റാബേസിലും അതേപോലെ തന്നെ പബ്ലിക് ആയിട്ടുള്ള ഡാറ്റാബേസിലും ഒക്കെ ഇട്ട് ഇത് ക്രോസ് മാച്ച് ചെയ്യാനായിട്ട് റൺ ചെയ്ത് നോക്കാമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. നമുക്കറിയാം ഒരു അങ്ങനെയുള്ളൊരു ഏരിയയിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള 1-2 ആളെ പിക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുഭൂമിയിൽ നിന്ന് ഉറുമ്പിനെ പിടിക്കണ പോലെയാണെന്നുള്ളത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ AIയുടെ സഹായത്തോട് കൂടിയിട്ട് ഇവരുടെ ഫോട്ടോസും മറ്റുമൊക്കെ അനലൈസ് ചെയ്ത ആ ഒരു സമയത്ത് ഇവർക്ക് 2-3 ഹിറ്റ് ലഭിക്കുകയാണ്. ഏകദേശം ഒരു 3 അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ സിമിലർ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചു. അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ ഒരു അക്കൗണ്ടിൽ ഇവരിൽ ഒരാളുടെ ഫോട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസിന് ഇയാളാണോ അത് എന്നുള്ളൊരു ചിന്ത വരികയാണ്. ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് കല്യാണത്തിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഇടയിൽ നിന്നായിരുന്നു കേട്ടോ ഇയാളുടെ ഫോട്ടോ AI ട്രാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായത്. അങ്ങനെ ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോലീസുകാർ എടുക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ പോണ്ടിച്ചേരിയിലാണ് ഈ ഒരു അക്കൗണ്ടിൻ്റെ ഉടമസ്ഥരുള്ളത് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അതേപോലെ തന്നെ നേരെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് എത്തുകയും ചെയ്തു.
ഒരു സ്ത്രീ ആയിരുന്നു കേട്ടോ ഇത്തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രതികളിലൊരാൾ ഇവരുടെ ഭർത്താവായിരുന്നു. അപ്പോൾ ഈ ഒരു CBI ഉദ്യോഗസ്ഥരും മറ്റൊക്കെ അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ ഏകദേശം ഇയാൾ തന്നെയാണ് അയാളെന്നുള്ളത് പോലീസിന് മനസ്സിലായി. എന്നാലും കൂടുതലായിട്ട് അവർ പിന്നെ ഇയാളിങ്ങനെ വീക്ഷിച്ചപ്പോൾ ഇയാൾ മറ്റാളെയും കാണുന്നതായിട്ടും ഇവർ രണ്ടുപേരും വേറെ കല്യാണമൊക്കെ കഴിച്ച് ഫാമിലി ആയിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് പോണ്ടിച്ചേരിയിൽ സെറ്റിൽഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇവരാരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഏകദേശം ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന് 10-20 വർഷങ്ങൾക്ക് ശേഷം 2025 ജാനുവരി 3-ന് CBI ഉദ്യോഗസ്ഥർ ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവർ കംപ്ലീറ്റ് ഐഡന്റിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ട് വേറെ തന്നെ ഒരു ലൈഫായിരുന്നു അവിടെ ജീവിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഡിവിൽ കുമാർ ആ ഒരു സമയത്ത് തൻ്റെ ഭാര്യയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും നാട്ടുകാരുടെ അടുത്തും ഒക്കെ പറഞ്ഞിരുന്ന പേര് വിഷ്ണു എന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ രാജേഷിന്റെ പേര് പറഞ്ഞിരുന്നത് പ്രവീൺ കുമാർ എന്നുള്ളൊരു പേരുമായിരുന്നു. പിന്നെ ഉദ്യോഗസ്ഥർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആദ്യം ഇവരൊന്ന് എതിർത്തെങ്കിലും പിന്നീട് തങ്ങൾ കുടുങ്ങി എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവർ തുറന്നു പറയുകയായിരുന്നു. അതായത് ഈ ഒരു ഡിവിൽ കുമാർ രഞ്ജിനെ പ്രണയിച്ചത് എന്ന് പറയുമ്പോൾ ആൾ അത്ര വലിയ സീരിയസ് ഒന്നും ആയിരുന്നില്ല. ആൾക്കൊരു ടൈം പാസ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഈ രഞ്ജിനി പ്രഗ്നൻ്റ് ആകുന്നതും അതേപോലെ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ഒരു കാര്യത്തിലോട്ട് എത്തുന്നതും. അപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് ഇയാൾ ആദ്യം പറഞ്ഞു. എന്നാൽ ഇതേപോലെ തന്നെ വനിതാ കമ്മീഷനിൽ നിന്ന് വിളി വരികയാണ്, അതേപോലെ DNA ടെസ്റ്റ് എടുക്കുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ താൻ പെട്ടു എന്നുള്ളൊരു കാര്യം ആൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ആളുടെ ഫ്രണ്ടായിട്ടുള്ള രാജേഷിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും അതേപോലെ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെയും അതേപോലെ രഞ്ജിനെയും ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ, അതിന് തന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം പണം തരാം, അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് രാജേഷിനെ കൺവിൻസ് ചെയ്യായിരുന്നു. അതിന് ലാസ്റ്റ് അയാൾ ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ ഈ ഒരു കൊല്ലം അഞ്ചലിലോട്ട് എത്തുകയാണ്. അതിനുശേഷം വ്യക്തികളെയും സ്ഥലവും കാര്യങ്ങളും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. പിന്നീട് ഈ ഒരു ഡിവിൽ കുമാർ തിരിച്ചുപോയി. പിന്നെ ഈ ഒരു രാജേഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയെ കൊല്ലാനായിട്ടുള്ള തക്കം കാത്തുകയായിരുന്നു ആൾ. അപ്പോഴാണ് ഇവർ ഇതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതും അതേപോലെ ഇയാൾ നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ട് ശാന്തയായിട്ട് കമ്പനി ആവുന്നതും അതേപോലെ എന്താ പറയുക അവരുമായിട്ട് കൂടുതൽ അടുക്കുന്നതും. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു ദുരൂഹമായിട്ടുള്ള രീതിയിൽ ഇവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാണ്ട് എസ്കേപ്പ് ആവാൻ പറ്റുമെന്നുള്ള ആ ഒരു തോട്ടിലായിരുന്നു ആളുണ്ടായിരുന്നത്. എന്നാൽ അവിടെ വെച്ചിട്ട് ആൾക്ക് അതിനുള്ളൊരു ചാൻസ് കിട്ടിയില്ല. അതിനുശേഷവും ആ ഒരു ചാൻസിന് വേണ്ടിയിട്ട് ഇയാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇവരുടെ വീട് എവിടെയാണ്, കാര്യങ്ങൾ എവിടെയാണ്, പുതിയ വാടക വീട് എവിടെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ ഇയാൾക്ക് അറിയായിരുന്നു. കാരണം ഈ ഒരു ശാന്തയായിട്ട് അത്രയും കമ്പനി ആയിരുന്നല്ലോ. അങ്ങനെ ഇവരെ ഇയാൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാണ്. എപ്പോൾ വീട്ടിൽ ആളില്ലാത്ത സമയം ഉണ്ടാകും എന്നുള്ളത് ഇയാൾ കൂടുതലായിട്ട് വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് അന്നത്തെ ദിവസം ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ശാന്ത പുറത്തോട്ട് പോകുന്നത് ഇയാൾ നോട്ട് ചെയ്യുന്നതും ആ ഒരു ടൈമിൽ ആയുധം ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇയാൾ നേരെ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറുന്നതും. അപ്പോൾ രഞ്ജിനിയുടെ ബാക്കിലൂടെ ചെന്നിങ്ങേറ്റ് അയാൾ രഞ്ജിനിയുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ഉടനെ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് അവരുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ആ കുഞ്ഞുങ്ങളെയും ആൾ കൊലപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ആൾ എസ്കേപ്പ് ആവുകയായിരുന്നു. അവിടെ നിന്ന് എസ്കേപ്പ് ആയ രാജേഷ് നേരെ തന്നെ ATM പോയി പൈസ എടുത്ത് നേരെ കർണാടകയിലോട്ട് വണ്ടി കയറുകയായിരുന്നു. ഈ ഒരു ഡിവിൽ കുമാറും നേരെ തന്നെ കർണാടകയിലോട്ട് എത്തുകയാണ്. ഇവർ ഓൾറെഡി ഒരു മീറ്റിംഗ് പോയിന്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ട് എത്തുകയായിരുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടെ പല പല സംസ്ഥാനങ്ങളിലായിട്ട് പല പല പരിപാടികൾ ചെയ്ത് അവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ഏകദേശം ഒരു 5 വർഷത്തോളം അവർ പല സ്റ്റേറ്റിൽ കറങ്ങിയിട്ടാണ് നേരെ പുതുച്ചേരിയിലോട്ട് എത്തുന്നതും അവിടെ സെറ്റിലായിട്ട് പുതിയൊരു ലൈഫും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതും. യെസ്, ഡിവിൽ കുമാർ വിഷ്ണു എന്നുള്ള പേരും രാജേഷ് പ്രവീൺ കുമാർ എന്നുള്ള പേരും സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് അവിടെ സെറ്റിലായി. അങ്ങനെയാണ് അവിടെ നിന്നുള്ള പെൺകുട്ടികളെ കാണുന്നതും അതേപോലെ തന്നെ അവിടെ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നതും അങ്ങനെ ആ ഒരു ഫാമിലി ലൈഫ് നയിക്കുന്നതും. അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തങ്ങൾ ചെയ്ത ആ ഒരു ക്രൈം അന്വേഷിച്ചിട്ട് ആരും തങ്ങളുടെ അടുത്തോട്ട് വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് AI ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലീസുകാർ ഇവരെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ CBI ഉദ്യോഗസ്ഥർ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും. എന്താണല്ലേ പൂർണ്ണമായിട്ടും വേറൊരു ഐഡന്റിറ്റിയിലോട്ട് മാറി അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ പുതിയൊരു ടെക്നോളജി വരും എന്നുള്ളത് ആ സമയത്ത് ഇവരും ചിന്തിച്ചിട്ടുണ്ടാവില്ല, പോലീസ് ഉദ്യോഗസ്ഥരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തൊക്കെയാണെങ്കിലും അങ്ങനെയുള്ളൊരു ടെക്നോളജി വരികയാണ്. അതിനുശേഷമാണ് ഇവർ കസ്റ്റഡിയിലാകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കുറച്ച് വൈകിയാണെന്നുണ്ടെങ്കിലും ഇവർ പോലീസ് കസ്റ്റഡിയിലാവുക തന്നെ ചെയ്തു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റെന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.